ഒരു വശത്ത് ലോക ഫുട്ബോളിലെ രാജാക്കന്മാർ, നിലവിലെ ലോക ചാമ്പ്യന്മാർ, ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പ് യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന അർജന്റീന. മറുവശത്ത് ആഫ്രിക്കൻ ഫുട്ബോളിന്റെ അഭിമാനമായ അൾജീരിയ. ലോകകപ്പിൽ പല വമ്പൻ ടീമുകളെയും വിറപ്പിച്ച ചരിത്രമുള്ള ഒരു രാജ്യം. പക്ഷേ ഈ മത്സരം വെറും അർജന്റീനയും അൾജീരിയയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഇതൊരു തലമുറയുടെ അവസാന അധ്യായം എഴുതാനിറങ്ങിയ മെസ്സിയുടെയും ആ കഥ തടയാൻ ശ്രമിച്ച അൾജീരിയയുടെയും പോരാട്ടമായിരുന്നു. 2022 ലോകകപ്പ് ഉയർത്തിയ മനുഷ്യൻ ഇപ്പോൾ തന്റെ അവസാന ലോകകപ്പിൽ വീണ്ടും ചരിത്രം തേടുകയാണ്. വയസ്സു കൂടിയിരിക്കാം, പക്ഷേ വിശപ്പ് കുറഞ്ഞിട്ടില്ല. വിമർശകർ പറഞ്ഞിരുന്നു അർജന്റീന പഴയ അർജന്റീന അല്ലെന്ന്, മെസ്സിക്ക് പഴയ മാജിക് ഇല്ലെന്ന്. എന്നാൽ അൾജീരിയക്കെതിരായ ആദ്യ മത്സരത്തിന് ശേഷം ലോകം മുഴുവനും ഒരേ ഒരു ചോദ്യം ചോദിക്കുകയാണ്: മെസ്സിയുടെ അവസാന ലോകകപ്പ് ഒരിക്കൽ കൂടി അർജന്റീനയുടെ ലോകകപ്പായി മാറുമോ? അതെ, ഇന്നത്തെ വീഡിയോയിൽ അൾജീരിയക്കെതിരായ അർജന്റീനയുടെ വിജയത്തിന് പിന്നാലെയുള്ള കഥയും മെസ്സിയുടെ പ്രകടനവും ഈ ലോകകപ്പിൽ അർജന്റീന എന്തുകൊണ്ട് ഇത്ര അപകടകാരികളായി മാറിയെന്ന് വിശദമായി നമുക്ക് നോക്കാം. 2026 ലോകകപ്പ് ആരംഭിച്ചപ്പോൾ ലോകം മുഴുവനും ഒരു കാര്യം കാത്തിരിക്കുകയായിരുന്നു: അർജന്റീന ജയിക്കുമോ എന്നതല്ല, ലയണൽ മെസ്സി ഇനി എത്ര ദൂരെ പോകും എന്നതാണ്. കാരണം ഇതൊരു സാധാരണ ലോകകപ്പല്ല, ഒരു പക്ഷേ മെസ്സിയുടെ അവസാന ലോകകപ്പ്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങളിൽ ഒന്നിന്റെ അവസാന പേജുകൾ എഴുതപ്പെടുന്ന ടൂർണമെന്റ്. അതുകൊണ്ട് തന്നെ അൾജീരിയക്കെതിരായ അർജന്റീനയുടെ 3-0 വിജയം ഒരു സാധാരണ ഗ്രൂപ്പ് മത്സരമായി മാത്രം കാണാൻ കഴിയില്ല. ഈ ലോകകപ്പിന് അർജന്റീന നൽകിയ ഒരു മുന്നറിയിപ്പാണ്: ഞങ്ങൾ ഇവിടെ വെറും പങ്കെടുക്കാൻ വന്നതല്ല, ചരിത്രം വീണ്ടും എഴുതാനാണ് വന്നിരിക്കുന്നത്. അൾജീരിയ വലിയ ടീമല്ല എന്ന് ചിലർ പറയാം, പക്ഷേ ലോകകപ്പിൽ ചെറിയ ടീമുകളും വലിയ ടീമുകളും എന്നൊരു വിഭാഗമില്ല. ഇവിടെ ഒരു നിമിഷത്തെ അശ്രദ്ധ പോലും പുറത്തേക്കുള്ള വഴിയാണ്. അത്തരം വേദിയിലാണ് അർജന്റീന ആദ്യ മത്സരത്തിൽ തന്നെ തങ്ങളുടെ നിലവാരം ലോകത്തിന് കാണിച്ചു കൊടുത്തത്. പന്ത് കൈവശം വെക്കുന്നതിലും ആക്രമണം സൃഷ്ടിക്കുന്നതിലും പ്രതിരോധം ഉറപ്പാക്കുന്നതിലും അവർ ചാമ്പ്യൻസ് ടീമിന്റെ ആത്മവിശ്വാസമാണ് കാണിച്ചത്. ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പലരും പറഞ്ഞിരുന്നു 2022 അർജന്റീനയെ പോലെ ഇനി ഈ ടീം ശക്തമല്ല. പക്ഷേ ആദ്യ മത്സരത്തിന് ശേഷം ആ വിമർശനങ്ങൾക്കെല്ലാം മറുപടി ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വിജയത്തിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്നത് ഒരു മനുഷ്യനാണ്: ലയണൽ മെസ്സി. ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ ഇന്ന് 6ാമത്തെ ലോകകപ്പ് കളിക്കുകയാണ്. ലോക ഫുട്ബോളിൽ അസാധ്യമായി കരുതിയ നേട്ടങ്ങളെല്ലാം നേടിവരാം. പക്ഷെ ഇന്നും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കാണുന്നത് വിശപ്പ്. ഇന്നും അദ്ദേഹം കളിക്കുന്നത് ആദ്യ ലോകകപ്പ് കളിക്കുന്ന ഒരു യുവതാരത്തിന്റെ ആവേശത്തോടെയാണ്. അതാണ് മെസ്സിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഫുട്ബോളിൽ ചില കളിക്കാർ കിരീടങ്ങൾ നേടും, ചില റെക്കോർഡുകൾ നേടും, പക്ഷേ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഒരു തലമുറയുടെ ഓർമ്മയായി മാറുന്നത്. മെസ്സി അത്തരത്തിലുള്ള ഒരാളാണ്. ഇന്ന് അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ് അദ്ദേഹം മൈതാനത്തിറങ്ങുമ്പോൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകർ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്: ഇനി എത്ര മത്സരങ്ങൾ കൂടി? കാരണം ഓരോ മത്സരവും അദ്ദേഹത്തിന്റെ അവസാന ലോകകപ്പ് യാത്രയിലെ മറ്റൊരു അധ്യായമായിരിക്കും. അർജന്റീനയുടെ ശക്തി മെസ്സിയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് എതിരാളികൾക്ക് ഏറ്റവും വലിയ ഭീഷണി. യുവതാരങ്ങളും പരിചയസമ്പന്നരുമായ താരങ്ങളും മികച്ച സംയോജനമാണ് ഈ ടീം. മെസ്സിയെ തടഞ്ഞാലും അർജന്റീനയെ തടയാൻ കഴിയാത്ത അവസ്ഥ. അതാണ് ഒരു യഥാർത്ഥ ലോകകപ്പ് ഫേവറേറ്റിന്റെ അടയാളം. 2022 അവർ ലോകത്തെ കീഴടക്കിയത് വികാരങ്ങളുടെ ശക്തിയിലൂടെയായി. 2026 അവർ വരുന്നത് അനുഭവത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ശക്തിയുമായി. ഈ ലോകകപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്: പല രാജ്യങ്ങളും പുതിയ തലമുറയെ പരീക്ഷിക്കുന്ന സമയമാണിത്. പക്ഷേ അർജന്റീനയ്ക്ക് ഇതൊരു തലമുറയുടെ സമാപനവും മറ്റൊരു തലമുറയുടെ തുടക്കം. അതുകൊണ്ട് തന്നെ ഓരോ വിജയവും അർജന്റീനയ്ക്ക് 3 പോയിന്റുകൾ മാത്രമല്ല, അതൊരു സ്വപ്നത്തിന്റെ ആയുസ് കുറച്ച് ദിവസങ്ങൾ കൂടി നീട്ടിക്കൊടുക്കും. അൾജീരിയക്കെതിരായ 3-0 വിജയം ലോകത്തിന് നൽകിയ സന്ദേശം വളരെ വ്യക്തമാണ്: അർജന്റീന ഇപ്പോഴും ശക്തരാണ്, മെസ്സി ഇപ്പോഴും അപകടകാരിയാണ്. ലോകകപ്പ് വേദിയിൽ അവരുടെ കഥ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, മറിച്ച് അത് ഇപ്പോഴാണ് യാഥാർത്ഥ്യത്തിൽ ആരംഭിക്കുന്നത്. അതിനാൽ ഒരു കാര്യം ഉറപ്പാണ്: 2026 ലോകകപ്പിൽ അർജന്റീനയെ അവഗണിക്കുന്നവർ വലിയ തെറ്റ് ചെയ്യുകയാണ്. കാരണം ചാമ്പ്യന്മാർ ഒരിക്കലും ശബ്ദമുണ്ടാക്കി വരില്ല, അവർ മൈതാനത്തെത്തി അവരുടെ ഫുട്ബോൾ കൊണ്ട് സംസാരിക്കും. അൾജീരിയക്കെതിരായ മത്സരത്തിൽ അർജന്റീന ചെയ്തത് അതാണ്. ലോകത്തോട് പറഞ്ഞത് അവർ ഒരു വാചകമാണ്: മെസ്സിയുടെ അവസാന ലോകകപ്പ് കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഒരു പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ അവസാന അധ്യായം എഴുതപ്പെടാൻ പോവുകയാണ്. വാമോസ് അർജന്റീന.